ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയത് സമാനതകളില്ലാത്ത ചില പ്രവർത്തനങ്ങളാണ്. അതോടുകൂടി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് ജമ്മു കാശ്മീർ മാറി വിഘടനവാദത്തെയൊക്കെ തൂത്തെറിഞ്ഞു. അങ്ങനെയാണ് കരുതിയത്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി, കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വന്നവഴി നിക്ഷേപങ്ങൾ ഒരുക്കി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, അവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ കശ്മീരിലുണ്ടായിരുന്ന വിഘടന തീവ്രവാദികളെ ഹീറോകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് പാഠ്യവിഷയങ്ങളിൽ ഈ കാര്യങ്ങൾ രഹസ്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ അവരിൽ ഒരു വീരാരാധന, ഹീറോ പരിവേഷമൊക്കെ സൃഷ്ടിക്കുന്നു. ഇത് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴാണ് ഞെട്ടലോടെ തിരിച്ചറിയുന്നത്. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രിയുണ്ട് ഒമർ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ മൗനാനുവാദമില്ലാതെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം അവിടെ നടത്താൻ സാധ്യതയുണ്ടോ? ഇല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാശ്മീരിൽ പുസ്തക വിൽപ്പനക്കാരായ മൂന്ന് പബ്ലിഷേഴ്സിനെ അറസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഒന്ന്, ഔദ്യോഗികമായി അവിടുത്തെ സ്കൂളുകളിൽ വിൽക്കുന്ന പുസ്തകങ്ങൾ, സ്കൂളുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പുസ്തകങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം SSK, നമ്മുടെ SSA ഉണ്ടല്ലോ, സർവശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിൻ്റെയും അതിൻ്റെ ഏജൻസിയായി വർത്തിക്കുന്ന സംസ്ഥാനത്തെയും, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കാശ്മീർ ഗവൺമെന്റിന്റെയും അനുമതിയോട് കൂടിയാണ് ഈ പുസ്തകങ്ങൾ വിൽക്കുന്നത്. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പബ്ലിഷേഴ്സ് മുസ്ലിംസ് അല്ല എന്നതാണ്. ഇത് ഈ പ്രസാധനാലയങ്ങൾ, ഒന്ന് ജമ്മുവിൽ, ഒന്ന് നോയിഡയിൽ, ഒന്ന് ഡൽഹിയിൽ, മൂന്നും ഈ പ്രധാനപ്പെട്ട പൊതു അംഗീകാരമുള്ള, അല്ലാതെ മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയോ വിഘടനവാദികൾക്ക് വേണ്ടിയോ കാശ്മീരികൾക്ക് വേണ്ടിയോ മാത്രമല്ല, പുസ്തക വ്യാപാരത്തിൽ വലിയ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് ഈ പുസ്തകങ്ങൾ ഇറക്കിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ പുസ്തകങ്ങളുടെ ഓതേഴ്സോ കോ ഓതേഴ്സോ ഒന്നുകിൽ കർത്താക്കൾ അല്ലെങ്കിൽ സഹകർത്താക്കൾ നോൺ മുസ്ലിംസ് ആണ്. വളരെ സമർത്ഥമായി ആസൂത്രണം ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ വ്യാപകമായി ജമ്മു കാശ്മീരിലെ സ്കൂൾ ലൈബ്രറികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു. ഗവൺമെൻറ്റിന് അംഗീകാരമുള്ളതാണ്. അത് വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള. ടെക്സ്റ്റ് ബുക്ക് എന്ന പേരില്ല, പക്ഷേ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റെഫറൻസിന് ഉപയോഗിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പുസ്തകങ്ങളിലൊക്കെ കാശ്മീരിനെ കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന പേര് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്നല്ല. ഇവർ പറഞ്ഞിരിക്കുന്ന പേര് ഇന്ത്യ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആ പ്രയോഗം പോലെ എവിടുന്ന് വന്ന ബുദ്ധിയെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇന്ത്യ കാശ്മീരിനെ ഒക്കുപ്പൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗം നമ്മുടെ കാശ്മീരിനെ പിടിച്ചെടുത്തിട്ട് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിനെയാണ് നമ്മൾ POK എന്ന് വിളിക്കുക, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. അതിന് ബദലായിട്ട് ഇന്ത്യൻ കാശ്മീരിന് പേരിട്ടിരിക്കുന്നു. എന്താണ്? ഇന്ത്യൻ ഓക്യുപ്പൈഡ് കാശ്മീർ, ഇന്ത്യ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കാശ്മീർ. തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ, ആ പ്രയോഗത്തിന്റെ പിന്നിൽ ഇന്ത്യ അല്ലല്ലോ, ഒരു ഇന്ത്യൻ മനസ്സല്ല, കാശ്മീരും അല്ല. അത് കാശ്മീർ വിരുദ്ധമായ, ഇന്ത്യ വിരുദ്ധമായ ഒരു മനസ്സ് അതിന്റെ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ സ്കൂളുകൾക്കകത്ത് ഇപ്പോഴും ഒരു കുട്ടി പാകിസ്ഥാനികൾ വളർന്നു വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ ആരാണ്? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അറസ്റ്റ് ചെയ്ത 3 പേർക്ക് ആലോചിച്ച് നോക്കൂ. ഈ പുസ്തകം വിൽക്കാൻ നടക്കുന്നവരൊന്നും നമ്മൾ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിക തീവ്രവാദികളല്ല, നല്ല പുസ്തക കച്ചവടക്കാരനാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരാളുടെ പേര് ഇന്ദർപാൽ ഒരാളുടെ പേര്. അടുത്തയാളുടെ പേര് അമർദീപ് സിംഗ് എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് ഗിരീഷ് അറോറ എന്നാണ്. ഈ 3 പേരാണ് ഇന്നലെ അറസ്റ്റിലായ പുസ്തക വിൽപ്പനക്കാർ. ഇവർ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകം പ്രധാനമായിട്ടും 2 പുസ്തകങ്ങളാണ്. സ്കൂൾ ലൈബ്രറികളിൽ മാത്രം കൊണ്ടുപോയി വിൽക്കുകയാണ്. അതായത് കാശ്മീരിലെ സ്കൂളുകളിൽ മാത്രം വിൽക്കുന്ന ഈ പുസ്തകത്തിൽ രണ്ട് പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും വിറ്റഴിയുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം അതാണ്. വലിയ തോതിൽ അച്ചടിച്ചിറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒന്നിൻ്റെ പേര് പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിലെ ഐതിഹാസികമായ വ്യക്തിത്വമുള്ള ഇതിഹാസങ്ങളും അതുപോലെ വ്യക്തിത്വങ്ങളും എന്ന് പറഞ്ഞാൽ ഉജ്ജ്വല ഹീറോസ് ആയിട്ടുള്ള ആളുകളുടെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ഡോക്ടർ ഹിലാൽ അഹമ്മദും സന്തോഷ് മീണയും ചേർന്നാണ്. അല്ലെങ്കിൽ കോ ഓതർഷിപ്പിലെങ്കിലും മുസ്ലിം അല്ലാത്ത ഒരാളെ സമർത്ഥമായിട്ട് ചേർത്തിട്ടുണ്ട്. ഡോക്ടർ ഹിലാൽ അഹമ്മദും സന്തോഷ് മീണയും ചേർന്ന് എഴുതിയ പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഒരു പുസ്തകം. വ്യാപകമായി വിറ്റുപോകുന്നു. രണ്ടാമത്തെ പുസ്തകം എന്താണെന്നറിയോ? രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ.
ജമ്മു കണ്ടന്റ് ഒന്നാണ് പുസ്തകം. ജമ്മു ആൻഡ് കാശ്മീരിലെ മഹത്തായ വ്യക്തിത്വങ്ങൾ, മഹാന്മാരുടെ കുറിച്ചുള്ള പുസ്തകമാണ്. ഇനി ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്താണെന്നറിയോ? രണ്ട് പുസ്തകത്തിന്റെയും കണ്ടന്റ് ഏറെക്കുറെ ഒന്നാണ്. ആ രണ്ട് പുസ്തകത്തിലും ഓരോ ചാപ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഇതിഹാസകാരന്മാർ അല്ലെങ്കിൽ ഐതിഹാസിക വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള ജമ്മു കാശ്മീരിലെ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആരെക്കുറിച്ചാണെന്നറിയോ? ഒന്നാമത്തെ ചാപ്റ്റർ മുഹമ്മദ് മക്ബൂൽ ഭട്ടിനെ കുറിച്ചാണ്. മക്ബൂൽ ഭട്ട് എന്ന് പറയുന്നത് JKLF-ന്റെ അറിയാലോ, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ സ്ഥാപകനാണ്. എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ കൂടെയും വേണ്ട, ഇന്ത്യയുടെ കൂടെയും വേണ്ട, സ്വതന്ത്ര ജമ്മു കാശ്മീർ വാദിക്കുന്ന കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ സ്ഥാപകനായ മുഹമ്മദ് മക്ബൂൽ ഭട്ടാണ് ആദ്യത്തെ ചാപ്റ്റർ മുഴുവനും. ഒരു ചാപ്റ്റർ മുഴുവനും അദ്ദേഹത്തെ കുറിച്ചുള്ളതാണ്. നമ്പർ 2, രണ്ടാമത്തെ ചാപ്റ്റർ ആരാന്നറിയോ? രണ്ടാമത്തെ ചാപ്റ്റർ തിഹാർ ജയിൽ. ഈ മക്ബൂൽ ഭട്ടിനെ നമ്മൾ 984 തിഹാർ ജയിലിൽ കൊല്ലപ്പെട്ട ആളാണ് കേട്ടോ. തിഹാർ ജയിലിൽ വധിച്ച ആളാണ്, വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ആളാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ഒരു ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ മസറത്ത് ആലമിനെ കുറിച്ചാണ്. മസറത്ത് ആലം ഇതേപോലെ തന്നെ വിഘടനവാദിയായ കാശ്മീരി നേതാവാണ്. മസാറത്ത് ആലം. മൂന്നാമത്തെ ആള് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന പേരാണ് അബ്ദുൽ ഗനി ലോൺ ആണ്. അബ്ദുൽ ഗനി ലോൺ അവിടുത്തെ ഏറ്റവും വിഖ്യാതനായ സെപ്പറേറ്റിസ്റ്റ് വിഘടനവാദി നേതാവാണ്. അതുപോലെ തന്നെയാണ് സെയ്ദ് അലി ഗീലാനി. സെയ്ദ് അലി ഗീലാനി എപ്പോഴും വാർത്തകളിൽ വരുന്ന പേരാണ്. ഇങ്ങനെയുള്ള തീവ്രവാദികളും വിഘടനവാദികളുമായ ആളുകളെക്കുറിച്ച് ഓരോരോ ചാപ്റ്റർ വൈസ് വിസ്തരിച്ച് അവരുടെ മഹത്വങ്ങളും ജീവചരിത്രങ്ങളും അവർക്ക് കാശ്മീരിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. കാശ്മീരിന് വേണ്ടി ജീവൻ ത്യജിച്ചതിൻ്റെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് വീര നേതാക്കന്മാരായിട്ട് വാഴ്ത്തുന്ന ഈ പുസ്തകം കാശ്മീരിൽ വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഞാൻ പറഞ്ഞ പ്രത്യേകതകൾ ആലോചിച്ച് നോക്കൂ. ഇത് വിൽക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. ആര്? അനുമതി എങ്ങനെയോ നേടിയെടുത്തിരിക്കുന്നു, പിൻവാതിലൂടെ നേടിയെടുത്തിരിക്കുന്നു. ആര്? സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇതിനും കിട്ടുന്നു. 2, ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് അനുമതി കൊടുത്തിരിക്കുന്നു ഈ പുസ്തകങ്ങൾ വിൽക്കാൻ. വേറൊന്ന്, ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത് മുഖ്യധാര പബ്ലിഷേഴ്സാണ്. 4ാമത്തെ കാര്യം, ഈ പുസ്തകത്തിന്റെ കർത്താക്കൾ വളരെ സമർത്ഥമായിട്ട്, പ്രത്യക്ഷത്തിൽ ഒരു കാശ്മീർ തീവ്രവാദത്തിന്റെ യാതൊരു സ്വഭാവവും തോന്നാത്ത മട്ടിലാണ് അതിന്റെ കെട്ടും മട്ടും. ഈ പുസ്തകത്തിന്റെ കർത്താക്കളിൽ എപ്പോഴും ഒരു ഹിന്ദു പേരുണ്ട്. മുസ്ലിം പേര് കോ ഓതറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഒരു മുസ്ലിം പേരുണ്ട്. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിൽ അത്ഭുതകരമായൊരു കാര്യം, ഇങ്ങനെ ഒരു വിൽപ്പന ജമ്മു കാശ്മീരിൽ എങ്ങനെ നടക്കുന്നു? സിനുജി ചോദിച്ച ആദ്യത്തെ ചോദ്യം വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഉമർ അബ്ദുള്ള NC അറിയാലോ, അവിടുത്തെ ജമ്മു നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഉമർ അബ്ദുള്ള അധികാരത്തിലെത്തി. BJPക്ക് വലിയ റോളൊന്നുമില്ല കാശ്മീർ ഗവൺമെന്റിൽ. പക്ഷേ തീവ്രവാദത്തിനെതിരാണ് എന്ന് ഇങ്ങനെ പേർത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തീവ്രവാദത്തിനെതിരാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, പാകിസ്ഥാൻ നമ്മളെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായല്ലോ, അതിനൊക്കെ വമ്പിച്ച പിന്തുണ കൊടുക്കുകയും പെഹൽഗാം ആക്രമണത്തെയൊക്കെ വലിയ തോതിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് കാശ്മീർ ഗവൺമെന്റ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിൽ സംശയാസ്പദമായൊരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് ഇവരെതിരാണ്. എന്നാൽ ഇവർ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഇന്ത്യൻ കാശ്മീർ ഒക്യുപ്പൈഡ് ആണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് വെച്ചാൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ആവാൻ പാടില്ലാത്തതുപോലെ തന്നെ ഇന്ത്യൻ ഒക്യുപ്പൈഡും ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒപ്പം 3ാമത്തെ കാര്യം, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിനെ ഇവർ വലിയ തോതിൽ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാശ്മീർ ഗവൺമെന്റിന്റെ പോലും ഉള്ളിലിരിപ്പ് എന്താണ്? പാകിസ്ഥാൻ ഒക്യുപ്പേഷനും വേണ്ട, ഇന്ത്യൻ ഒക്യുപ്പേഷനും വേണ്ട. അവർക്ക് എന്താ വേണ്ടത്? സ്വതന്ത്ര കാശ്മീർ വേണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഉമർ അബ്ദുള്ള എന്ന മുഖ്യമന്ത്രി കാശ്മീർ ഭരിക്കുമ്പോഴും 370-ാം വകുപ്പൊക്കെ എടുത്തു മാറ്റിയെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളിലൂടെ അവിടുത്തെ തീവ്രവാദമൊക്കെ അവസാനിപ്പിക്കുമ്പോഴും ഒരു സ്വതന്ത്ര കാശ്മീർ വാദം കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നനച്ചു വളർത്തുന്ന ഒരു നിലപാട് ഔദ്യോഗികമായി തന്നെ കാശ്മീർ ഗവൺമെന്റ് സ്വീകരിക്കുന്നുവോ എന്ന ചോദ്യം ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നുണ്ട്. ആ ചോദ്യം ഇന്ത്യയുടെ മൊത്തം മനസാക്ഷി അറിയേണ്ട ചോദ്യമാണ്. കാശ്മീരിനെ കുറിച്ചുള്ള കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്ന, കാശ്മീരിൽ തീവ്രവാദികളെ നമ്മൾ നിലക്ക് നിർത്തി അവരെ അവസാനിപ്പിക്കാനും അവരെ നേരിടാനും ഒക്കെ നമുക്ക് സാധിച്ചാലും കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നനച്ചു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദത്തെ ആര് നേരിടും, എങ്ങനെ നേരിടും എന്നത് വളരെ ഗൗരവമുള്ള
ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെയും കാശ്മീരിന്റെയും ഭാവിയെ ബാധിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.